ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് ദ്വാവിംശോധ്യായം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയശൗരേ ദേവകീസുതാ ജയ. ബുദ്ധിമാനായ കിരാതൻ മുനിയോടു ബദ്ധകൗതൂഹലാ ചോദിച്ചു പിന്നെയും, സർവേശ്വരനായ നാഥനല്ലോ പുരം സർവജനത്തെയും സൃഷ്ടിച്ചതും വിഭോ. സർവധീശില കർമ്മങ്ങൾ ബഹുവിധം സർവപുണ്യൗഹ മിശ്രപ്രദമെന്തഹോ. ഏകസ്വരൂപമല്ലാത്തതിൻ കാരണം ലോകോപകാരമായി ചൊല്ലേണമാശു നീ എന്നതോ കേട്ടു ശംഖനരുൾ ചെയ്തിരോ. പിന്നെയും നന്നായി ശ്രവിക്ക മഹാപതേ. മൂന്നോ വിധമെടോ ജീവങ്ങൾക്കൊക്കെയും ധന്യമതേ രജസത്വതമോ ഗുണാൽ. സാത്വികമായുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു സത്വഗുണത്തോടു യുക്തമാകും ജനം. അന്യഗുണം രണ്ടുമേവം പ്രവൃത്തികൾ പിന്നെ ചിലർ ഗുണവൈഷമ്യ സംവൃതോ. ഉണ്ടാമതിനാൽ ബഹുവിധ കർമ്മങ്ങൾ കൊണ്ടു ഫലങ്ങൾ പലതരമായി വന്നു. ദുഃഖം ചിലർക്കു സുഖം ചിലർക്കിങ്ങനെ ദുഃഖസുഖങ്ങൾ ഒരുവനു സംയുതം. ഭേദം ഗുണങ്ങൾ വൈഷമ്യം ഭവിക്കുന്നിതാദിയിലില്ല വിഷമത പാർക്കെടോ. ജീവങ്ങൾ ബദ്ധരായിടും പ്രകൃതിയിൽ കേവലം മൂന്നോ ഗുണങ്ങളാലും ദൃഢം. തൽഗുണ കർമാനുരൂപേണ കർമ്മണാം സൽഗുണവംശം പ്രകൃതിയെ പ്രാപിക്കും. താമസവൃത്തിക്കു ലോകവിദ്വേഷികൾ ഭീമരക്ഷാദി പൈശാച സ്വഭാവികൾ. രാജസാൽ പുണ്യപാപം ബഹുമിശ്രമായി ഭോഗവും പുണ്യേന സ്വർഗവും പ്രാപിക്കും. പാപേന യാതന ദുഃഖവും മേൽക്കുമേൽ പ്രാപ്തമാം പിന്നെയും പിന്നെയും ഇങ്ങനെ. ശ്രദ്ധദയാധർമ്മ നിരന്നസൂയകൾ സാത്വക വൃത്തികളേവം ധരിക്ക നീ. സാത്വികന്മാർക്കു മഹാവിഷ്ണു തൻ ലോകപ്രാപ്തിയും സിദ്ധിക്കുമെന്നോ ധരിക്ക നീ. അന്യരെല്ലാം ഭിന്ന കർമ്മങ്ങൾ ചെയ്തന്വഹം സംസാരസിദ്ധോ വലയുന്നു. കർമ്മത്തിനൊത്ത വണ്ണം ഭവിപ്പിക്കുന്നു നിർമ്മലനാകിയ വിഷ്ണുനാരായണൻ. പൂർണ്ണകാമൻ ഹരിവൈഷമ്യനല്ലഹോ നിർണയം കാരുണ്യമില്ലായികയുമല്ല. സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ സമം തന്നെ തുഷ്ട്യാധരിക്ക നീ സാദൃശ്യഭാഷിതം. വിത്തൊരുപോലെ നനച്ചു വിതയ്ക്കയും നിത്യം ഒരുപോലെ തന്നെ എന്നാകിലും ഭേദവും കൂടാതെ സൂക്ഷിച്ചിരിക്കലും ഭേദമത്യന്തമുണ്ടാം തൽഫലത്തിനാൽ. എന്നതുപോലെ ജനത്തിൻ്റെ വാസന തന്നെ ബഹുവിധം കാണുന്നു നിർണയം. വേടനതു കേട്ടു ചോദിച്ചു തൽക്ഷണേ, മൂഢനാകുന്ന ഞാനൊന്നു ചോദിക്കുന്നേൻ. പൂർണ്ണയോഗേന നിൽക്കുന്ന ജീവങ്ങൾക്ക് ദണ്ഡം വിനാ മുക്തി എന്നു സിദ്ധിക്കുന്നു. സ്വർഗസ്ഥിതിയിലയ ധർമ്മഭേദങ്ങളും കേൾക്കേണമെന്നതു കേട്ടു മുനീന്ദ്രനും. ഏവം ചതുർയുഗമായിരം ബ്രഹ്മനാം ദേവനൊരു പകൽ അത്ര കാലം നിശി അക്കണക്കേ 15 ദിനം പക്ഷമോർക്ക. പക്ഷം 2 കൂടിയാൽ മാസമം, മാസമേ 2 കൂടുമ്പോൾ അത് തന്നെ മാസം. മാസമാർ അയനമാകുന്നതും 2 അയനം ഒരു വത്സരം ബ്രഹ്മനു കണ്ടുകൊള്ളുക. 20 വയസ്സാകുമ്പോൾ ബ്രഹ്മപ്രളയമവിടെ. അതിൽ മുമ്പേ നിർമ്മല കേൾക്ക നീ 2 വിധമുണ്ട്. ധാതുർ മുഹൂർത്തം മനുപ്രളയം പിന്നെ ഏതൽ 14 മന്വന്തരെ. യഥാ ദൈനേന്ദ്രനാകും പ്രളയമെന്നാൾ സഖേ. 3 ലോകം ലയിക്കുന്നു മന്വന്തരെ. ചേതന നാശനമില്ല ലോകത്തിന് നേകേന പൂർണ്ണമായിടും അഖിലവും. മന്വന്തരാന്തരേ ചേതന രൂപികൾ പിന്നെയും ഉണ്ടായി വരുമെന്നു ധരിക്ക നീ. മന്വന്തരേ സത്യലോകമൊഴിഞ്ഞു മറ്റന്യലോകങ്ങളും അന്യജനങ്ങളും. കേച്ചിൽ സുരന്മാർ ചില മുനീശ്വരന്മാരും ശേഷിച്ചവർ സത്യലോകെ വസിച്ചിടും. ബ്രഹ്മനെ പോലെ വരും സുഷുപ്തിയിങ്കൽ നിർമ്മലന്മാർ ലയിക്കുന്നു മഹാമതേ.
ദിവ്യമാം രാത്രി കഴിഞ്ഞാൽ ചതുർമുഖൻ സർവജീവങ്ങളെ സൃഷ്ടി ചെയ്തിടുന്നു. നര പിതൃധർമ്മ വർണ്ണാദികൾ വേറെ വെവ്വേറെ സർവദാ സർവവും കൽപ്പിച്ചു. പിന്നെ ദശാവതാരങ്ങളും അന്നന്ന് നിർണയം ഉണ്ടെന്നറിക മഹാമതേ. ശിഷ്ടദേവന്മാർ മുനീന്ദ്രരും അക്ഷിയെ നിഷ്ഠാസമേതം വരുന്നു കേൾ. മോക്ഷവും സത്യലോകസ്ഥിതരായ ജനം രുദ്രാശികന്മാർ പിറക്കുന്നു പിന്നെയും. തത്തൽ ഗോത്രേ നിജ മാനസമേതരായി തൽകർമ്മരതന്മാരായ തഥാ ദൈതേയ യുഗാന്തേ കലിയോടുത്തു ചാതരായിടും നിരായതം സമാം. സൃഷ്ടിയും മോക്ഷഭേദങ്ങളും ചൊല്ലുവൻ കേട്ടുകൊണ്ടാലും തെളിഞ്ഞു മഹാമതേ. ലക്ഷ്മീ ഭരിക്കും നിമേഷമല്ലോ വിധി, പ്രക്ഷയം പിന്നെ നിശാന്തമുന്മേഷവും. അങ്ങനെയുള്ളൊരു രാത്രി പോകും വിധോ മംഗളദേവതാ വല്ലഭൻ മെല്ലവേ. തന്നുദരത്തിൽ കിടക്കുന്ന ജീവങ്ങൾ തന്നെ കൃപയോടും കണ്ടു ജനാർദ്ദനൻ. സംഖ്യയില്ലാതൊരു ലിംഗശരീരികൾ സംഘം സ്മൃതിസ്ഥരായി സുപ്തരായങ്ങിനെ. പൂർവകൽപ്പേ ലിംഗഭംഗരായി ഭക്തരായി ജീവസംഘം ജീവൻ മുക്തരായി സാദരം മുക്തിപരം ഗമിയാതെ മഹാധ്യാന സംസ്ഥരായി നിൽക്കുന്നതും കണ്ടു മാധവൻ. നാമരൂപങ്ങൾ നാലായി ചമഞ്ഞോനുടെ നാമങ്ങൾ നാലും ധരിക്കണോ മുമ്പിനാൽ. ബ്രഹ്മാദിയായുള്ള സർവഭക്തന്മാർക്കു നിർമ്മലമായുള്ള സായുജ്യവും പിന്നെ സാരൂപ്യ സാമീപ്യ സാരോഗ്യവും പിന്നെ സാരസാക്ഷൻ വാസുദേവൻ കൊടുക്കുന്നു. സർവരക്ഷയ്ക്കും അനിരുദ്ധമൂർത്തിമാൻ സർവദാ സർവേശ്വരനെന്നറിയടോ. പ്രദ്യുമ്നമൂർത്തിയാൽ സൃഷ്ടി സർവം തഥാ വിധി സംഘർഷണൻ സംഹാരകാരണൻ. ഇത്തം ചതുർവ്യൂഹനായി പൂർണ്ണരൂപനായി നിത്യനാകും കരുണാകരനച്യുതൻ. ഭിന്നകർമാംശരാം ലോകരെ നിർമ്മിച്ച പൂർണ്ണകാമൻ നിജകാമ സമേതനായി സംഹരിക്കുന്നു സംഘർഷണമൂർത്തിയാൽ. സംഹരിക്കണമേ കന്മഷൗഖം മമാം. വ്യാധനതു കേട്ടു മാമുനി തന്നോടു ജാതമോദേന ചോദിച്ചാനനാകുലം. യാതൊരു ധർമ്മം മുകുന്ദപ്രിയമെന്നും യാതൊന്നിനാൽ പ്രസാദിക്കും മധുരിപോ. കേൾക്കണമെന്നതോ കേട്ടു ശങ്കൻ തഥാ കേൾക്കനീ ആത്മശുദ്ധി മുന്നിൽ വേണ്ടതും. സാധുജനത്തിനുപകാരകർമ്മവും സാത്വികധർമ്മം ഇവ രണ്ടുമോർക്കനീ. ചൊൽക്കൊണ്ടു വേദശാസ്ത്രോക്ത കർമാദികൾ നിഷ്കാമനായി തന്നെ ചെയ്യുക വേണം സദാ. യാതൊന്നു ലോകവിരുദ്ധമായിടിലും സാദരം സാത്വികം ധർമ്മമോട്ടിടു നീ. സർവധർമ്മങ്ങളും സർവകർമ്മങ്ങളും സർവദാ വിഷ്ണു സമർപ്പിച്ചുകൊള്ളുക നീ. എന്നാൽ അതൊക്കെയും സാത്വികമാകുന്നു പിന്നെ സകല കാമ്യാർത്ഥമായി മനുഷ്യൻ. ഓരോരോ ദേവതമാരെ ഭജിച്ചുകൊണ്ടോരോ സുഖദുഃഖ ജന്മജരാദിയാൽ ഭൂമോ നരക സ്വർഗങ്ങളിലിങ്ങനെ കാമിച്ചുഴലുന്നു രാജസദ്ധർമ്മേണ. രക്ഷോപിശാച ദൈത്യ പ്രേത ജംബക യക്ഷാദിയായി ജനിച്ചാശു നിഷ്ഠുരരായി ഭ്രാമ്യ വിദ്വേഷ ഹിംസാദി ചെയ്തിടുന്നു താമസമായ ഗുണത്താലറികടോ. എന്നതോ മൂലമി സാത്വിക ധർമ്മങ്ങൾ നന്നായി അനുഷ്ഠിക്ക നിഷ്കാമനായി ഭവാൻ. നിത്യം മുകുന്ദനെ ധ്യാനിച്ചു നാമസങ്കീർത്തനമാവോളവും ചെയ്തുകൊണ്ടാകിൽ ശാസ്ത്രവിശ്വാസവും സർവഭൂതങ്ങളിൽ ചിത്തേ കൃപയും ഉണ്ടായി വരും അന്നേരം. സാധുജനത്തിലും തൽഗുരു തങ്കലും ബോധേന ചെയ്യുവാൻ വഴിവരും നിർണയം. ഭക്തർക്കനാരദൻ സമ്മതനായി വരും മുക്തിയും സാധിക്കുമെന്നാൽ വിരവോട്. ഭക്തിയില്ലാത്തവർക്കെല്ലാം വൃഥ വേദശാസ്ത്രോക്ത ധർമ്മകർമ്മങ്ങൾ തീർത്ഥങ്ങളും. ഷണ്ഡനായാൽ ബഹു സ്ത്രീകളാൽ കിം ഫലം നിർണയം ഭക്തിവിഹീനനോ സർവവും. സാധുജനങ്ങളെ കണ്ടാലതോ നേരം സജ്ജന ചിത്തം ഭ്രമിക്കൂ മറികനീ. ചന്ദ്രിക കണ്ടൊരു ചന്ദ്രകാന്തം യഥാ പുണ്യശാസ്ത്രവശാലൊരു നാളിൽ ബലാൽ. നിത്യവിഷയ വിരക്തയായുള്ളോരു സത്തുക്കൾക്കുള്ളിൽ അകന്മഷമാണ്ടുള്ള രാജീവലോചനനായ നാരായണൻ
വ്യാജമൊഴിഞ്ഞു നിന്നീടുമനാരദം. പത്മബന്ധു പ്രഭാസംഘാത്ഭവിച്ചോരോ പത്മരാഗം പോലെ കണ്ട മഹാമതേ. നിഷ്കാമകരാം ജനങ്ങളാൽ ശ്രദ്ധയാ ഭക്ത്യാ സഹോപാസിത കർമ്മമൊക്കെയും സർവധർമ്മമിഹ സൂത്രഫലങ്ങളും സർവദുഃഖാഘന നാശങ്ങളും സൂക്ഷ്മമായി കണ്ടു മഹാജനം കൊണ്ടാടി നിൽക്കുന്നു. കൊണ്ടനേർ വർണ്ണൻ തനിക്കേറ്റവും പ്രിയം. ഇഷ്ടമാം വൈശാഖധർമ്മം വഴി പോലെ തുഷ്ട്യാ സമസ്തവും ചെയ്യുക മഹാമതേ. പ്രത്യുഷശുദ്ധാനം അമ്പോട് ചെയ്തുടൻ സ്നാനവും തർപ്പണം മാധവ പൂജയും ധ്യാനം ആഹാത്മ്യം അമ്പോട് കേൾക്കയും ചെയ്താൽ ഭഗവാൻ പ്രസാദിക്കുമേറ്റവും. ചെയ്യരുതാത്തതും കേട്ടു ധരിക്കനീ നിന്യമാം ഉള്ളി മുരിങ്ങ കോശാതകി പിന്നെ മരാളം തിലപിഷ്ടകം തഥാ വിസ്തടയാധിക ലിംഗം പുനരപി കൗസ്തുഭം മൂലക മാരനാളം പിന്നെ ശിഗ്രുക പൂതികവും തണ്ടുലികയും കോദ്രവവും നല്ല കാണികാലിംഗവും കേൾക്ക നിഷ്പാന്ത കലസ്ഥം മയൂരവം ശ്രേഷ്മാതകീ ഫലം ഊതുംബിരി ഫലം മാധവമാസി ഭക്ഷിക്കരുതീവിധം. ബോധിച്ചു ഭക്ത്യാ ഭജിക്ക മഹാമതേ. ദക്ഷിണയും ചെയ്തു മോദമോടെ ശുക്ലപക്ഷേ മഹാദ്വാദശീ ദിനെ ദധ്യന്നം തോയകുംഭം പൂഗനാഗവല്ലീദളം സൂര്യാത്മജമോട്ടു ദാനവും ചെയ്ക നീ. ധർമ്മരാജായിരേ പ്രീണാതു മേ യമഃ നിർമ്മലായ പ്രഭോ പ്രീതനാകേന മേ. ഇത്തം വസവ്യമുച്ഛായ നാമവും ശ്രോത്രേ പിതു സ്മൃതദാനവും ചെയ്തുടൻ പിന്നെ പിതൃണാം ഗുരുണാം മുകുന്ദരും ധന്യാകേൾ ദാനാദി ചെയ്ക യഥാസുഖം. കാംസ്യപത്രാന്നദാനം ഹരിക്കുമുത്തമം ഹാസ്യമാക്കിയിടുല വിപ്രനല്ലോ ഹരി. വിഷ്ണുവേ തുഭ്യം ദദാമി സമസ്തവും വിഷ്ണുലോക പ്രജീകിഷയാ സന്തതം. ഇത്തമർത്ഥിച്ചോ പശുദ്ധാനമുത്തമം ശക്തിക്കുതക്കവാറെന്നാൽ അതിപ്രിയം. ഡംബാദിദോഷങ്ങൾ കൂടാതെ ചെയ്താകിൽ സ്വർഭാനുമണ്ഡലം നിത്വാസഗച്ഛതി. മാധവ മാഹാത്മ്യമേവ മുര ചെയ്തു വ്യാധനോടും തത്ര നിൽക്കും ദശാന്തരേ. അന്തികെ നിൽക്കുന്ന പേരാൽ മഹാദ്രുമം ഹന്തഭൂമോ പതിച്ചീടിനൻ തക്ഷണം. തദ്വൃക്ഷകോടരെ നിന്നൊരു സർപ്പവും എത്രയും ഘോര ശരീരനായിങ്ങനെ കാളഭുജംഗം കണക്കെ ഭീതിപ്രദം വ്യാളം തളർന്നു വിരവോടു ബ്രഹ്മകദേഹം ത്യജിച്ചുടനെ ദിവ്യവിഗ്രഹം പൂണ്ടു മുനിയെ വണങ്ങിനാൻ. ചൊന്നേനഹം 22 അധ്യായം ഇന്നും ധരിക്ക മഹാഭാഗ്യവാരിതേ. ഇത് വൈശാഖമാത്മ്യേ ദ്വാവിംശോऽധ്യായः. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ. ഗോവിന്ദ ശിവരാമദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയശൗരേ ദേവകീ സുതാ ജയ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമോ നമഃ.